കർക്കിടകത്തിൽ കഴിക്കേണ്ട ഒരു സ്പെഷ്യൽ സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇന്ന് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് നുള്ളി എടുക്കൽ പരിപാടിയാണ്. അപ്പോൾ ഒന്ന് നുള്ളി എടുത്തു കഴിഞ്ഞാൽ വലുതാവുന്ന നന്നായിട്ട് വരുന്ന 2 ചെടികളുടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, അധികമൊന്നുമില്ല. എന്നാലും ഞാൻ ആദ്യം നുള്ളി എടുക്കാൻ പോകുന്നത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ. കറി വെക്കാൻ വേണ്ടിയിട്ട് കർക്കിടകത്തിൽ നമ്മൾ ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊന്നാങ്കണ്ണി നുള്ളി എടുക്കുന്നതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ വേറൊരു ചെടിയും കൂടിയുണ്ട്, അതിൻ്റെ കൂമ്പ് നുള്ളിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഇപ്പോഴത്തെ വീഡിയോ കുറച്ച് വ്യത്യസ്തമായിട്ട്, ഇപ്പോൾ എനിക്ക് അങ്ങനെ നല്ല വീഡിയോസുകൾ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2 ദിവസമായിട്ട് ഇങ്ങനത്തെ കുറച്ച് ടൈപ്പ് വീഡിയോ എന്നൊക്കെ പറയാം. അങ്ങനത്തെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മുടെ വേപ്പാണ് കേട്ടോ. വേപ്പ് ചെറിയൊരു തൈയിൻ്റെ മുകളിലാണ് ഈ ഒരു പൂവ് ഉണ്ടായിട്ടുള്ളത്. ഇത് വിത്താണ് കേട്ടോ, വേപ്പിൻ്റെ വിത്ത്. പക്ഷേ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയണം, എന്നാലേ നമ്മുടെ വേപ്പ് നല്ല രീതിയിൽ വളരുള്ളൂ കേട്ടോ. ഇങ്ങനെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് നിർത്തരുത്, അത് വേപ്പിന് അത്ര ഗുണം ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കമ്പ് ഒടിച്ചെടുക്കണം. കമ്പ് ഒടിച്ചെടുത്താലാണ് നന്നായിട്ട് വളരുക കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ വേപ്പിൻ്റെ ചുവട്ടിൽ നല്ല പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് മാറ്റി കളയുക. നന്നായിട്ട് ഇങ്ങനെ പുല്ലൊക്കെ മുളക്കും. ഞാനിത് ഒരു പെയിൻറ്റിൻ്റെ പഴയ ബക്കറ്റിലാണ് കേട്ടോ ഈ ഒരു വേപ്പ് നട്ടിട്ടുള്ളത്. നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നത് ഒരു ഹാങ്ങിങ് പോട്ട്സിൽ മുളച്ച് വന്നിട്ട് ഞാനിതിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പഴയൊരു പെയിൻറ്റിങ് ബക്കറ്റിൽ അടിയിൽ നന്നായിട്ട് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട്, നല്ല കുറച്ച് വലിയ ഹോളുകൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ ചകിരിയും ചിരട്ടയൊക്കെ വെച്ചിട്ട്, പിന്നെ നന്നായിട്ട് കരിയില നിറച്ച്, പിന്നെ കുറച്ച് മണ്ണ് മാത്രം വെച്ചിട്ട് അതിൽ നട്ടുപിടിപ്പിച്ച വേപ്പകളാണ് ഈ കാണുന്ന 3 പെയിൻറ്റിങ് ബക്കറ്റിലുള്ളത്. അപ്പം എൻ്റെ വേപ്പിനൊക്കെ ചെറുതായിട്ടൊരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് ഇലകൾക്കൊക്കെ. പക്ഷേ അത് ഇച്ചിരി കേടാണ്. പക്ഷേ അത് ഈ ഇതിൽ വളം കുറഞ്ഞതുകൊണ്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ആ ഒരു മഞ്ഞ കളർ മാറാനുള്ള ടിപ്സുകളും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ വേപ്പിൻ്റെ 2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ 2 ഇതിൻ്റെ ഈ മഞ്ഞ കളർ വരുന്നതിൻ്റെയൊക്കെ ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാം. അത് നമ്മൾ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, അടിയിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്താലും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാരം ഇട്ട് കൊടുത്താലൊക്കെ നല്ലതാണ് കേട്ടോ. ഈ വേപ്പിൻ്റെ ചുവട്ടിൽ ഈ ആ മണ്ണൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ പുല്ലങ്ങനെ കിളകളൊന്നും വളരാൻ അനുവദിക്കരുത്. പിന്നെ ഒരുപാട് കരിയില കൂട്ടിയിട്ട് കൊടുത്താൽ, വേനൽക്കാലത്ത് കൂട്ടിയിട്ട് കൊടുക്കാം, അത് നല്ലതാണ്. പക്ഷേ മഴക്കാലത്തൊന്നും നമ്മൾ അങ്ങനെ കരിയിലകൾ കൂട്ടിയിട്ട് കൊടുക്കണ്ട. നല്ല കഞ്ഞിവെള്ളം നന്നായിട്ട് പുളിപ്പിച്ചിട്ട് നമ്മൾ വേപ്പിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മെയിനായിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതാണ് വേപ്പിന് ഒഴിച്ചു കൊടുക്കാൻ നല്ലത്. അതുപോലെ തന്നെ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിതിൻ്റെ കമ്പ് ഒടിച്ചെടുത്താലാണ് നന്നായിട്ട് പുതിയ ചനപ്പുകളൊക്കെ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ കമ്പ് ഒടിച്ചെടുക്കുക, അല്ലെങ്കിൽ കത്രി കൊണ്ട് കട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഈ വേപ്പ് ഇച്ചിരി നീട്ടുള്ള ഒറ്റ തണ്ട് വേപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ നല്ല പാകത്തിന് അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് നല്ല ചനപ്പുകളൊക്കെ വന്നിട്ട് നമ്മുടെ മറ്റേ വേപ്പ് പോലെ ഉഷാറാവും കേട്ടോ. ഇതേപോലെ തന്നെയാണ് മറ്റേ വേപ്പ് നോക്കിയൊക്കെ നല്ല ബുഷിയായിട്ട് ഇലകളിങ്ങനെ തിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു ബക്കറ്റിൽ നമുക്ക് 2 വേപ്പിൻ തൈകൾ പിടിപ്പിക്കാൻ പറ്റും. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വേപ്പിൻ്റെ ഇല ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതാ എൻ്റെ പൊന്നാങ്കണ്ണി ചീര ഞാനൊന്ന് ഉള്ളിയെടുക്കാൻ പോകാൻ കേട്ടോ. ഒരു മിഠായിയുടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല വണ്ടികൾ പോകണ നല്ല സൗണ്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ. നല്ല കൊതുക് കടിക്കുന്നുണ്ട്. വൈകുന്നേരം ഒരു 6:30 മണിയാവാനായിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാനിത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ കറിക്ക് വേണ്ടിയിട്ട് പൊന്നാങ്കണ്ണി നുള്ളി എടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പൊന്നാങ്കണ്ണി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ടാവും. നല്ല മൂത്ത കമ്പാണ്. അപ്പോൾ നമ്മൾ കറിക്ക് വേണ്ടി നുള്ളി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൂമ്പ് നുള്ളി എടുത്താൽ മതി. വേണ്ട, ഇതേപോലെ പൊന്നാങ്കണ്ണിക്ക് നല്ല ഗുണമുള്ള ചീരയാണ് ഇട്ടത്. അപ്പം നമ്മളിങ്ങനെ കറിക്ക് നുള്ളിയെടുക്കുമ്പോൾ ഇതേപോലെ ചെറുതായിട്ട് കുറച്ച് നേരം മെനക്കെട്ടിരിക്കണം. ഇങ്ങനെ കൂമ്പ് നുള്ളിയെടുത്താൽ നമുക്കത് കഴുകിയിട്ട് ഇച്ചിരി പരിപ്പൊക്കെ ഇട്ടിട്ട് കറി വെക്കാം. കണ്ട, ഇങ്ങനെ കൂമ്പ് മാത്രം നുള്ളിയെടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം നന്നായിട്ടിത് കുറേ ബ്രാഞ്ചസ് ആയിട്ട് പൊടിച്ച് വരും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ നുള്ളിയെടുക്കുന്ന ഈ ഇലകൾ നമുക്ക് കറിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം.
അപ്പോൾ അതാ ഇതേപോലെ ഞാനിവിടെ ഇരുന്നിട്ടാണ് എൻ്റെ പലകട മുകളിൽ ഇരുന്നിട്ടാണ് നുള്ളി എടുക്കുന്നത്. ഈ പാത്രത്തേക്ക് ഇങ്ങനെ നുള്ളിയിടാം. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിവിടെ പൊന്നാങ്കണ്ണി പിടിപ്പിച്ചിട്ടുള്ളത് തെർമോക്കോളിലാണ് കേട്ടോ. ഇങ്ങനെ ഫ്രീ ആയിട്ടല്ല, നമുക്ക് വെറുതെ വേസ്റ്റായിട്ട് കിടക്കുന്ന തെർമോക്കോളൊക്കെ ഉണ്ടെങ്കിൽ പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് ചീര. അതും ഈ ചീര തന്നെ പിടിപ്പിക്കണം, പൊന്നാങ്കണ്ണി ചീര തന്നെ പിടിപ്പിക്കണം കേട്ടോ. ഒരു തണ്ടിൽ നിന്ന് നമുക്ക് ഇത്ര പോകുന്ന ഒരു ചെറിയൊരു തണ്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇതേപോലെ ഒരു പൊന്നാങ്കണ്ണി പാടം തന്നെ നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാക്കാം. അത് മാത്രമല്ല, ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഈ പൊന്നാങ്കണ്ണി കഴിക്കാനും പറ്റും. കറി വെച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഒലത്തുണ്ടാക്കി കഴിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ നമുക്കിത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഈ പൊന്നാങ്കണ്ണി നമ്മൾ കഴിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ റുക്യാസ് വേൾഡ് ചാനലിൽ ഉമ്മ പറഞ്ഞത് ഈ പൊന്നാങ്കണ്ണി ചീര കഴിച്ചാൽ പകലും നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്ന അത്ര കാഴ്ച ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഞാൻ അതിനെ പറ്റിയിട്ടൊരു ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൊന്നാങ്കണ്ണി തന്നെ അത്രയ്ക്കും നല്ലൊരു സംഭവമാണ്. അത് മാത്രമല്ല, ഈ ചീര നല്ല ഗോൾഡൻ കളറ് നമ്മളാവുമെന്നാണ് പറയുന്നത്. ഈ പൊന്നാങ്കണ്ണി ചീരയിലേ നല്ല ഗോൾഡ് കഴിക്കുന്നതിൻ്റെ ഗുണം ഉണ്ടത്ര പൊന്നാങ്കണ്ണി ചീരയിൽ. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ചീരം കൂടിയാണ്. അപ്പോൾ ഇതിങ്ങനെ കൂമ്പ് നുള്ളി എടുത്തിട്ട് നമുക്ക് പിന്നെ വേറെ ഇങ്ങനെ അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒന്നിങ്ങനെ പിന്നെ കൂമ്പ് നുള്ളി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കഴുകിയിട്ട് നമ്മൾ വിഷമടിക്കാതെ കിട്ടുന്ന ചീരയാണല്ലോ. നമ്മൾ അങ്ങനെ തന്നെ കറിയാക്കി കുറച്ച് പരിപ്പ് ഇട്ടിട്ട് ചാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നേരത്തിന് 2 നേരത്തിനൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അപ്പം ഇങ്ങനെ ചെറുതായിട്ടാണ് കേട്ടോ കൂമ്പ് നുള്ളി കൊടുക്കുന്നത്. പിന്നെ വേറെ അരിയാൻ നിൽക്കണ്ട. ഇങ്ങനെ കുറച്ചും കൂടി താഴ്ത്തിയിട്ടാക്കുമ്പോൾ നമ്മൾ മൂത്ത തണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് പാടാണ് നമുക്ക് അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ നുള്ളിയെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് ആ ഇല മാത്രം പറിച്ചെടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് കറി വെക്കാം. അതാണ് പറഞ്ഞത്. അപ്പം ഞാനിത് പറിക്കട്ടെ. ചെടികളിലെയും കമ്പ് വെട്ടിക്കൊടുത്താലും അതുപോലെ തന്നെ കൂമ്പ് നുള്ളി കൊടുത്താലൊക്കെ തന്നെയാണ് നന്നായിട്ട് വളർന്ന് നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്ക് പച്ചക്കറികൾ കിട്ടുക. പച്ചക്കറി ആയാലും പൂക്കളായാലും ഒക്കെ നമുക്ക് കിട്ടുന്നത് പൂക്കളിലെയും കമ്പ് വെട്ടി കൊടുത്താലാണ് നന്നായിട്ട്, പൂക്കളുള്ള ചെടികളെ കമ്പ് വെട്ടി കൊടുത്താലാണ് നമുക്ക് നന്നായിട്ട് പൂവുണ്ടാവും. അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ റോസ നല്ലോണം നിൽക്കുന്നുണ്ടെന്ന്, അത് ഞാനിങ്ങനെ കമ്പ് വെട്ടി കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പം ഇന്നും കുറേ റോസ വിരിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ റോസ ഫുള്ള് ഞാൻ പറിച്ചിട്ട് പിന്നെ അവിടെ അകത്ത് ഫ്ലവർ വേസിൽ കൊണ്ടുപോയി വെച്ചു. ഇന്നിപ്പോൾ ഇതാണ് നുള്ളാൻ വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ടെറസിൽ കയറിയപ്പോൾ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത നമ്മുടെ ചെടി എന്ന് വെച്ചാൽ ഇതാ ഇവിടെ 3 ബക്കറ്റിൽ നിരനിരാലിരിക്കുന്ന ഈ ഒരു പിന്നെ നമ്മുടെ വേപ്പാണ് കേട്ടോ. അപ്പോൾ വേപ്പ് നോക്കിക്ക് ഒരുപാട് ശാഖകളായിട്ട് വന്നിട്ട് നിൽക്കണ്. അപ്പോൾ ഞാനിതിൻ്റെ കമ്പ് ഇങ്ങനെ വെട്ടിയിട്ടാണ് ഇതിൻ്റെ ഇല എടുക്കാറ്. അപ്പോൾ നമ്മൾ ഒരു കമ്പ് വെട്ടിക്കഴിഞ്ഞാൽ 2 ചെനപ്പ് വരും. അപ്പോൾ പിന്നെ നമ്മൾ ആ 2 ചെനപ്പ് കുറച്ച് ഹൈറ്റിൽ വരുന്ന സമയത്ത് വെട്ടിക്കൊടുത്താൽ വീണ്ടും ആ 2 ചെനപ്പുകൾക്ക് പിന്നെ വീണ്ടും 4 എണ്ണം അങ്ങനെ ആയിട്ട് നമ്മുടെ ബുഷിയായിട്ട് നമ്മുടെ ഈ ഒരു വേപ്പ് അടിപൊളിയായിട്ട് വളരും. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ മഞ്ഞ കളറില്ലേ, അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കടക്കലുള്ള പുല്ലൊക്കെ ഒന്ന് മാറ്റി അതിൽ പിന്നെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ചാരം ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരാഴ്ച കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ചാരം ചാണകപ്പൊടി ഒരുമിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ആഴ്ചയിൽ നമ്മൾ അങ്ങനെ മാറിയിട്ട് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു മഞ്ഞളിപ്പ് മാറിക്കിട്ടും കേട്ടോ. ഇതിപ്പോൾ അതിൽ പിന്നെ എന്തെങ്കിലും പോഷകക്കുറവ് കാരണമാണ് ആ മണ്ണിൽ നമ്മൾ ഈ ബക്കറ്റിൽ വെച്ച കാരണം നമുക്കിതിന് പോഷകക്കുറവ് വരും. കാരണം ആ മണ്ണിലല്ലേ അതിനുള്ള പോഷകങ്ങളുള്ളൂ. അപ്പോൾ ഇതൊക്കെ വലിച്ചെടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബക്കറ്റിൽ വെച്ചിട്ടുള്ള അതുപോലെ ചെടിച്ചട്ടിയിലൊക്കെ വെച്ചിട്ടുള്ള അതിനാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെറുതായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ചാരം ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മാറി ഓരോന്ന് ആഴ്ചയിൽ ഒരു ദിവസം മാസത്തിൽ 4 തവണ എന്ന് പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ.
അതാണ് നമ്മുടെ വേപ്പിൻ്റെ മെയിനായിട്ടുള്ള രഹസ്യം. അപ്പോൾ എൻ്റെ വേപ്പും അതുപോലെ തന്നെ ഈ പൊന്നാങ്കണ്ണി ഇവിടെ അടുത്തടുത്താണ് നിൽക്കണേ. അപ്പോൾ ഇപ്പോൾ ടെറസിൽ അത്യാവശ്യം വലിയ പച്ചക്കറികളൊന്നുമില്ല. അപ്പുറത്ത് ഇതാ നിരനിരാലെ പിന്നെ ചക്കരമത്തല്ല പിന്നെന്താണ് മധുരക്കിഴങ്ങാണ് കേട്ടത്. മധുരക്കിഴങ്ങാണ്, സ്വീറ്റ് പൊട്ടാറ്റോ അതുണ്ട്. പിന്നെ എന്താണുള്ളത്, കൂർക്കിയുണ്ട്. അല്ലാണ്ട് പ്രത്യേകിച്ച് പച്ചക്കറിയൊന്നും ഇപ്പം എൻ്റെ ടെറസിലില്ല. ഇനി എല്ലാം നട്ടുപിടിപ്പിച്ചിട്ട് വേണം. ഇപ്പം ഈ കർക്കിടകത്തിൽ നമ്മൾ നല്ല മഴയത്ത് പിടിപ്പിച്ച് കഴിഞ്ഞാലൊക്കെ പിടിക്കുന്നതാണ്. പക്ഷെ മഴയത്ത് ഇങ്ങോട്ട് കയറാൻ പറ്റുന്നുണ്ട്, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ചീരൊക്കെ നുള്ളിയിട്ട് വേഗം താഴത്തേക്ക് പോട്ടെ. നിങ്ങളായിട്ട് വർത്താനം പറയാതിരുന്നിട്ട് എൻ്റെ സമയം പോയതറിഞ്ഞില്ല. വേഗം അത് നുള്ളി എടുത്തിട്ട് ഈ ബക്കറ്റിൽ ഈ ഒരു പാത്രത്തിൽ ഫുള്ളാക്കിയിട്ട് താഴത്തേക്ക് പോകണം. നാളെ കറി വെക്കാനുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഹൈപ്പ് ഒക്കെ ചെയ്യാം കേട്ടോ.